തമ്പനയിൽ കണ്ടിട്ട് ഒരു ഡൗട്ട് വന്നോ? സംഭവം അത് തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ഒരു കുറ്റബോധം കൊണ്ടാണ് ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പോലും ആ ഒരു കുറ്റബോധം അവരെ പിടിച്ച് വിഴുങ്ങി അവർക്ക് അതിൽ നിന്ന് വെളി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മാളു ആദി യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് വീഡിയോ കാണുക. ഇനി വരുന്ന വീഡിയോസ് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് വേഗം കാണാമല്ലോ. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാം. രണ്ടുപേര് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അതിൽ ഒരാൾ ഹാൻഡിക്യാപ്ഡ് ആണ്, ഒരാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ രണ്ടുപേര് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ ഈ ഹാൻഡിക്യാപ്ഡ് അല്ലാത്ത ആളുടെ മോള് ഹോസ്പിറ്റലിലെ എമർജൻസി സിറ്റുവേഷനിലാണ്. അപ്പൊ ആളുടെ ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആള് പോയത്. അപ്പൊ അതിന് അയാൾക്ക് വേഗം ഓടി ഈ മെഡിസിൻ കൊണ്ട് അവിടെ കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട്. അപ്പൊ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആള് വിചാരിക്കുന്നത് അയാൾ അവിടെ നിൽക്കുമ്പോൾ അയാളെ ഈ ഒരു അടുത്ത് നിൽക്കുന്ന ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇയാൾക്ക് പെട്ടെന്ന് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാണ്ട് ഇയാള് വണ്ടി മാറിയപ്പോൾ ഓടി അങ്ങ് പോവുകയും ഇയാൾ പോകുന്ന ആ ഒരു സെൻസ് ചെയ്തിട്ട് ഇങ്ങനെയും കൂടെ പോകുന്ന സമയത്ത് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ഇയാൾ മരിച്ചുപോയി. അതായത് ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ആളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോയതാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക്. അപ്പൊ അയാൾക്ക് അതിന്റെ കുറ്റബോധം പെട്ടെന്ന് ഇങ്ങനെ വരികയും അയാൾ ഓൾറെഡി അയാൾക്ക് കുറ്റബോധം ഉണ്ട്. ആ സമയത്ത് ജസ്റ്റ് അയാളെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ, അടുത്ത ഹോസ്പിറ്റലാണല്ലോ, അപ്പൊ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആരൊക്കെ ഇങ്ങനെ കൂടുമെന്ന് പറയാണ്. ആരോ ഉണ്ടായിരുന്നു ആ കൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടി, പക്ഷെ അവർ ശ്രദ്ധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്, പാവം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് അയാളുടെ ഉള്ളിലേ ഈ പറഞ്ഞ കുറ്റബോധമാണ്. ആ കൂടത്ത് ഇവരും കൂടെ പറയുന്നത് കേട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടെ കൂടി. അപ്പൊ അയാളുടെ ലൈഫ് എന്താണ്? അയാളുടെ ലൈഫിൽ സത്യം പറഞ്ഞാൽ അയാൾ ഒരു ചുറ്റുപാത്രത്തിൽ ഒരു മുട്ട എടുത്ത് വെച്ച പോലെ, ഒരു പുഴുങ്ങിയ മുട്ട ചുറ്റുപാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ച് അയാൾ മറന്നുപോയ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറ്റബോധം അയാളുടെ ഉള്ളിൽ കിടക്കുന്നത്, മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേറൊരു സിറ്റുവേഷനും കൂടെ പറയാം. ഇപ്പോൾ അയാളുടെ മകൾക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ നോർമലായിട്ട് നിന്നാണ്. പക്ഷെ വെറുതെ അയാൾക്ക് അയാളെ ക്രോസ് ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ല. അയാളുടെ കാര്യം നോക്കി അയാളങ്ങ് പോയി, ക്രോസ് ചെയ്ത് പോയി. ഇയാൾ പിന്നെ അയാളെ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ ഒരു മാനുഷിക പരിഗണന അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയാതെ വരുന്നു, ഇയാൾ ആക്സിഡന്റ് ആവുന്നു. ഇയാൾക്ക് അപ്പോഴും കുറ്റബോധം ഉണ്ടാകാം. അപ്പൊ ഇത് രണ്ട് രീതിക്കും എന്നുണ്ടാകാം, കുറ്റബോധം ഉണ്ടാകാം. ഇത് ഉള്ളിൽ കിടക്കും. നമ്മൾ ഇതിനെ എങ്ങനെയാണോ ഓവർകം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ലൈഫിന്റെ മുന്നോട്ടുള്ള പോക്ക്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചുറ്റുപാത്രത്തിൽ നമ്മൾ മുട്ടയെടുത്ത് അടച്ചു വെച്ചു, മറന്നുപോയി. അങ്ങനെ വരുന്ന കേസിൽ എന്താണ്? ആദ്യം അത് ആ ചോറ്റുപാത്രത്തിൽ ഇരുന്നിട്ട് ചീയും പുഴുക്കും. പിന്നെന്താണ്? അതിന്റെ ഭയങ്കര ആ ഒരു ദുർഗന്ധം അത് ഫുള്ള് വ്യാപിക്കും. അതുപോലെ തന്നെയാണ് നമ്മളും. ആദ്യം നമ്മുടെ ഉള്ളിൽ ഈ മനസ്സിൽ നമുക്ക് ഈ കിടക്കണ പ്രശ്നം നമ്മളെ മാത്രമേ ബാധിക്കത്തുള്ളൂ. അതായത് അവിടെ കിടന്നത് ചീഞ്ഞ് നമുക്കിങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും നമ്മളെ തൊട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷെ പോകെ പോകെ ഈ ദുർഗന്ധം എല്ലായിടത്തും അങ്ങ് വമിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ കൊണ്ട് നാട് മൊത്തം, അത് നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ എവിടെ പോയാലും, അതായത് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ എന്ത് ചെയ്താലും അത് ഗുലുമാലാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ക്ലിയർ ആയി ഞാൻ പറയുന്നത്? അതായത് നമ്മൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വാ തുറന്ന് അവർക്ക് നെഗറ്റീവ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഒന്നിലും നല്ലത് കാണാനോ അല്ലെങ്കിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ പോലും വളരെ നല്ലതായിട്ടുള്ള ആളുകളായിരിക്കും, അവർ അത്രയും നന്നായി ടേക്ക് കെയർ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ അവർക്കത് കാണാനുള്ള കണ്ണുണ്ടാവില്ല. മനസ്സിലായോ? അതായത് അത്രയും ഡീപ്പായിട്ട് ഇവരുടെ ഉള്ളിൽ ഈ ഒരു ഗിൽട്ട് കിടന്ന്, ആ ഗിൽട്ടാണ് ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒരു ഗിൽട്ട് ആയിരിക്കും ഉണ്ടാവുക? അല്ല, നിരവധി സാധനങ്ങൾ ഉണ്ടാകും. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എത്രയോ സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇന്നൊരാളെ കല്യാണം കഴിച്ചു, എൻ്റെ ഏതോ ഒരു നശിച്ച സമയത്താണ് ഞാൻ അയാളെ കല്യാണം കഴിച്ചത്, അതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഒരു ലൈഫിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇന്ന ആളുടെ കൂട്ടത്തിൽ എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇത് നേരത്താണോ എനിക്കത് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് നമ്മൾ എടുത്തു, വീട്ടുകാരൊക്കെ പറഞ്ഞതാണ്, നമ്മൾ എന്നിട്ടും കേട്ടില്ല, ഇപ്പൊ ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. മനസ്സിലായോ? ഇങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഗിൽട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ കുറ്റബോധം ഇങ്ങനെ കൊണ്ട് നടന്ന് അതിനെ ചീച്ച് അഴുകി പൂത്ത് നാട് മൊത്തം സ്മെല്ലാക്കാണ്ട്, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങളൊന്ന് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ച് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അഡ്രസ്സ് ചെയ്യുക. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ സോൾവ് ചെയ്യാണ്ട് കിടക്കുന്നത്. അതായത് ഇപ്പോ ചില കേസിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറ്റബോധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ചൂടായി, ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ അടുത്ത് ചൂടായി, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല, നമ്മൾ ബ്ലാങ്ക് ആയിപ്പോയി.
ആ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ ബ്ലാങ്ക് ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലിട്ട് നമ്മൾ ഡെയിലി 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 അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയായിരുന്നു, ഈ പോയിന്റ് പറയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു സാങ്കല്പികത കൊണ്ട് നമ്മൾ ഭയങ്കര ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ഒരു ഒരു സാധനമാണല്ലോ നമ്മൾ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ ആ സിറ്റുവേഷൻ ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിൽ പ്രതികരിക്കുന്നതായിട്ട് കണ്ട് നമ്മൾ തന്നെ നിർവൃതി അടയുന്ന അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഗിൽട്ട് തന്നെയാണ്. അപ്പോൾ ഓരോന്നിനെ എടുക്കുക, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാണ്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് ഈ സാധനത്തിന് എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല, അത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുകയാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ ആ സാധനങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഓർത്തു വെക്കലൊന്നും പോസിബിൾ അല്ല. എഴുതുക. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് പറയുന്നത്, എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് ഓരോന്നും എടുക്കുക. ഒരു കൊച്ചു കൊഞ്ചിനെ എങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുക. അത് മറ്റേ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് വിടുകയല്ല വേണ്ടത്. അത് ഓക്കെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ന്യായീകരിക്കരുത്, ന്യായീകരിക്കുകയല്ല വേണ്ടത്, അംഗീകരിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത് ഒരാൾ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അവരെ കയറി ന്യായീകരിക്കല്ലേ, അല്ല ഞാൻ ഇതുകൊണ്ടാണ് അത് ചെയ്തത്, ഞാൻ അത് ഉദ്ദേശിച്ചല്ല ഇത് ചെയ്തത്, അങ്ങനെയല്ല. നമ്മൾ അംഗീകരിക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളോട് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോഴെങ്കിലും നമ്മൾ നമ്മളെ ന്യായീകരിക്കാതെ പോകും, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, സാരമില്ല എന്നൊന്നും പറയണ്ട. ഓക്കെ അത് പറ്റിപ്പോയി എന്ന് അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാം, നമുക്ക് മാക്സിമം ഉണ്ടാവാതെ തന്നെ ഇരിക്കാം. കാരണം ഇതിൽ നിന്ന് നീ പഠിച്ചല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സാരമില്ല, അത് ഇനിയിപ്പം ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് വേറെ ഗുണമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ നൈസായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ പറഞ്ഞ് സെറ്റാക്കി മൂവ് ഓൺ ആവുക, അതിൽ നിന്ന് വെളി വരിക. അല്ലാതെ വേറെ ഒരു വഴിയില്ല. നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞു, അത് പോട്ടെ സാരമില്ല, അവരോടൊരു കുറ്റബോധം അല്ലെങ്കിൽ അവരോടൊരു തെറ്റ് ചെയ്തു എന്നുള്ള സാധനം ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്, പക്ഷെ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാലൊന്നും നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് ഓക്കെ ആവില്ല. നിങ്ങൾ അതിന് സമയം കൊടുത്ത്, കാരണം അത്രയും നാളായിട്ട് ഇത് കിടക്കാമെന്ന് വിചാരിച്ചോണം, മനസ്സിലായോ? അതായത് ഒരു വേസ്റ്റ് ബിന്നിനകത്ത് മുകളിൽ കിടക്കുന്ന ഒരു വേസ്റ്റ് എടുത്ത് വെളിയിൽ കളഞ്ഞെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. ആ വേസ്റ്റ് ബിന്നോട് കൂടി എടുത്തുകൊണ്ട് പോയി കത്തിച്ച് കളയോ അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കൂനയിൽ വേറെ എവിടെയെങ്കിലും ഡംപ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വേസ്റ്റ് കൂന വന്നിട്ട് ഡസ്റ്റ്ബിൻ വന്നിട്ട് എന്തൊക്കെയാണോ പറയുന്നത്, ഡസ്റ്റ്ബിൻ വന്നിട്ട് ക്ലീൻ ആവത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോയിന്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങളുടെ ഉള്ള് ക്ലീൻ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ ശരിയാവും. നമ്മുടെ ഉള്ളിൽ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പങ്കുചേരാനും അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് കണ്ടാലും കുറ്റം പറയാതിരിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റിൽ എന്തിനും ജഡ്ജ്മെന്റിലാവാതിരിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിൽ ഈ സാധനം എല്ലാം കിടക്കുന്നതുകൊണ്ടാണ് ജഡ്ജ്മെന്റിലാവുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കുറ്റബോധം എന്നുള്ള സാധനം തന്നെയല്ല, നമ്മുടെ ഉള്ളിൽ ഇപ്പൊ എന്തെങ്കിലും നമ്മളോട് വേറൊരാൾ തെറ്റ് ചെയ്തു, നമുക്കന്ന് പ്രതികരിക്കാൻ പറ്റാതിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി, ഇപ്പോൾ അബ്യൂസ് ചെയ്യുക, നമ്മളെ ആരെങ്കിലും അബ്യൂസ് ചെയ്തു, നമ്മുടെ ഉള്ളിൽ അത് ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറൊരാൾ നമ്മളോട് അങ്ങനത്തെ ഒരു രീതിയിൽ ഇടപെടുമ്പോൾ നമ്മൾ നല്ല രീതിയിലായിരിക്കും, അവരുടെ ഇന്റൻഷൻ ആക്ച്വലി പ്യുവർ ആണെങ്കിൽ പോലും നമുക്ക് പേടിയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം അത് ഹീലായിട്ടില്ല, നമ്മുടെ ഉള്ളിൽ ആ ഒരു മുറിവ് ഉണങ്ങാത്ത കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു സാധനം അവർ നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോൾ ഇവർ നമ്മളെ അബ്യൂസ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് അവരുടെ ഉള്ളിൽ കിടക്കണേ. അപ്പോൾ നമ്മൾ ഓരോന്നെടുത്ത് നിങ്ങൾക്ക് പേടിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളിലും എഴുതുക. അതിന് ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക, ഒരു കൊച്ചു കുട്ടിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അതിനെല്ലാം ക്ലീൻ ചെയ്യുക, എന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. കാരണം ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട സമാധാനമാണ്. സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റും. ഉറങ്ങിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും, മനസ്സിലായി? പലർക്കും ഒന്നും ഉറക്കമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ കിടന്ന് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഒരു പരിധി വരെ ഓവർ തിങ്ക് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ ഈ ഉള്ളിൽ കിടക്കണ പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ആവാണ്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കുറേ സംസാരിച്ചു ഞാൻ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇനിയും സംസാരിക്കും, എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സംസാരിക്കും. ബിക്കോസ് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരു 10 പേരെങ്കിൽ 10 പേര് ഒന്ന് ആലോചിച്ച് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവർ ഇതിനൊരു സ്റ്റാർട്ട് എന്നുള്ള ജസ്റ്റ് ഒരു സ്റ്റാർട്ടെങ്കിലും ഒന്ന് പ്രസ് ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മൈൻഡിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.